എന്താണ് ഈ പ്രോജക്റ്റ് ഫ്രീഡം? ഡൊണാൾഡ് ട്രംപ് മെയ് 4 വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഈ പ്ലാൻ. ഇത് വേറൊന്നുമല്ല, നമ്മൾ വിദേശത്തുള്ള ഒരുപാട് കപ്പലുകൾ വെസൽസ് ഒക്കെ നമ്മൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. കണക്കുകൾ പറയുകയാണെങ്കിൽ ഏകദേശം 1600ഓളം വെസൽസ്. ഇതിനൊക്കെ സേഫായിട്ട് പുറത്ത് കൊണ്ടുവരാൻ നമ്മൾ ഡൊണാൾഡ് ട്രംപ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഈ പ്രോജക്റ്റ്. പക്ഷേ ഈ പ്രോജക്റ്റ് ഒരു കംപ്ലീറ്റ് വിജയമാണോ ചോദിച്ചാൽ സംശയിക്കണം. വേറൊന്നുമല്ല, നമ്മളെ സൗദി അറേബ്യ അടക്കമുള്ള കുറച്ച് അറബി രാഷ്ട്രങ്ങൾ ഇതിനെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാര്യങ്ങളൊക്കെ കുറച്ച് വഷളാവണമാരുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനും US തമ്മിൽ നേരിട്ട് വെടിവെപ്പുണ്ടായി. ഇതിൽ വെടിവെപ്പ് ഉണ്ടായിട്ടുള്ള ഈ താവളങ്ങൾ, ഇറാൻ്റെ താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണം അമേരിക്ക നടത്തി. ഈ സമയത്ത് നമ്മൾ ഇറാൻ്റെ നിലപാട് നോക്കുകയാണെങ്കിൽ US-നെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും ഇസ്രായേലിനെ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരിക്കലും കടന്നു പോരാൻ പറ്റൂല എന്നാണ് പറയുന്നത്, ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് കൂടി. പിന്നെ നമ്മൾ വേറെ കാര്യം നോക്കാള്, സൗദി രാജ്യങ്ങൾ പറഞ്ഞിട്ടുള്ള റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് കടന്നു വരാമെന്ന് പറഞ്ഞാലും എങ്കിലും ഹൈ ടോൾ ഇവരിവിടെ കൊടുക്കണം എന്നുള്ളത് നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്.